കൈ പിടിച്ച് തിരിച്ചു വന്നു. ഇയാളെ പോലെ പച്ചക്കള്ളം പറയുന്ന ഒരാള് അതല്ല ഇന്നലെ പച്ചക്കള്ളം പറഞ്ഞത്. ആരോഗ്യമന്ത്രിയുടെ പെടലിയും കൈയും KSUക്കാര് തിരിച്ചുവെന്ന് പറഞ്ഞ പച്ചക്കള്ളം പറഞ്ഞത് ആരാ? എന്നിട്ട് പ്രകോപിക്കാണ് പാർട്ടി പ്രവർത്തകരെ. അവരറിയുന്നില്ലല്ലോ. പാർട്ടി പ്രവർത്തകർ വിചാരിക്കുക പാർട്ടി സെക്രട്ടറി അല്ല പറഞ്ഞത്, പെടലി തിരിച്ചെന്ന് ആരോഗ്യമന്ത്രിയുടെ KSU പ്രവർത്തകർ. എന്നിട്ട് ആള് പച്ചക്കള്ളം പറയണം. കണ്ടില്ലേ നിങ്ങൾ കണ്ടില്ലേ? വിഷ്വല് കണ്ടില്ലേ? ആ ഭാഗം മാത്രം കാണാതെ പോയെന്താ? അല്ലെ ആ ഭാഗം കാണാതെ പോയെന്താ? അവരെ വട്ടം പിടിക്കുന്നുണ്ടല്ലോ പോലീസ്. അവരെ അങ്ങോട്ട് ഓടിച്ചെല്ലാൻ നോക്കുമ്പോ പോലീസ് അവരെ വട്ടം പിടിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. വാ എന്റെ അടുത്ത് വാ, ഞാൻ കാണിച്ചു തരാം. എന്റെ ക്യാമറയിലുണ്ട്. തടയാൻ ശ്രമിച്ചത് പോലീസാണ്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന വനിതാ പോലീസ് ഓഫീസറും മറ്റു ഓഫീസർമാരും വളരെ പണിപ്പെട്ടിട്ടാണ് ശ്രമിച്ചിട്ടാണ് ആരോഗ്യമന്ത്രിയുടെ രോഷം അടക്കിയത്. ഇതിന്റെ എല്ലാം വിഷ്വൽ തെളിവുകൾ എല്ലാവരുടെയും കയ്യിലുണ്ട്. ഒരു KSUക്കാരും അവർ അടുത്തെങ്ങും പോയിട്ടില്ല. അവർ അതിനുശേഷം മാധ്യമപ്രവർത്തകരുമായി കുശലം പറഞ്ഞിട്ടാണ് അവർ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ പോയത്. അവിടെ ചെന്ന് ബഹുമാനപ്പെട്ട സ്പീക്കറുമായി കൂടിയാലോചിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയത്. മുഖ്യമന്ത്രി വിളിച്ചവരോട് ഫോണിൽ സംസാരിക്കുമ്പോഴും അവരെ KSU പ്രവർത്തകരെ ആക്രമിച്ചതായിട്ട് അവർ പറയുന്നില്ല. അതിന്റെ എല്ലാ തെളിവുകളും ഇവിടെ ഉണ്ട്. റെയിൽവേ പോലീസ് പരിശോധിച്ചു എന്നറിയുന്നു. റെയിൽവേ പോലീസ് പരിശോധിച്ചിട്ടും ഒരു തെളിവ് ഏതെങ്കിലും ഒരു KSU പ്രവർത്തകൻ ആക്രമിച്ചെന്നത് പോയിട്ട് അവരുടെ സമീപത്ത് പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇന്നലെ മാധ്യമങ്ങൾ ആദ്യം കാണിച്ച അവരുടെ കയ്യിലെ പരിക്ക് പിന്നീട് പുറത്തു വന്നു. മിനിങ്ങാന്നും ആ കയ്യില് അവർക്കൊരു പാടുണ്ടായിരുന്നു. അതേ പാട് തന്നെ 2 ദിവസം മുമ്പ് പോലും അവരുടെ കയ്യുമ്പോ ഉണ്ടായിരുന്നു എന്നുള്ളത് വിവിധ ചിത്രങ്ങളിൽ നിന്നും വിവിധ പരിപാടികളിൽ നിന്നും വ്യക്തമാണ്. അപ്പൊ സ്പീക്കറെ പോലെ ഒരാൾ അദ്ദേഹത്തിന്റെ പദവിയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം കാണാത്ത ഒരു കേസ് അവരെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് ഒരു ഗൂഢാലോചനയിൽ പങ്കാളിയാകാൻ പാടില്ലായിരുന്നു. എന്തായാലും ആരോഗ്യമന്ത്രി തട്ടിവിട്ട ഒരു പച്ചക്കള്ളത്തിന്റെ പേരിൽ വ്യാപകമായി കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിക്കുകയും കോൺഗ്രസ് ഓഫീസുകളെ ആക്രമിക്കുകയും ഞങ്ങളുടെ പുതുയുഗ യാത്രയുടെ പ്രചരണ സാമഗ്രികൾ നശിപ്പിക്കുകയും ചെയ്യാണ്. തിരുവനന്തപുരത്തെ സ്വാഗത സംഘം ഓഫീസ് വരെ തല്ലി തകർത്തു. ഇല്ലാത്ത ഒരു കള്ളക്കഥയുണ്ടാക്കി പച്ചക്കള്ളം പ്രചരിപ്പിച്ച് നടത്തുന്ന കാര്യം ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അവരിപ്പോൾ ആരോഗ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പരിഹാസം മാത്രമാണ്. കാരണം അവരഭിനയിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഉറച്ചു പറയുന്നു 100%. എന്തെങ്കിലും തെളിവുകൾ ഹാജരാക്കി ആർക്കെങ്കിലും വിഷ്വൽ മീഡിയയുടെ മുമ്പിലാണ്, ക്യാമറകളുടെ മുമ്പിൽ നടന്ന ഒരു സംഭവത്തിൽ ഇങ്ങനെ കള്ളത്തരം പ്രചരിപ്പിക്കുന്നത് ശരിയല്ല. ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനെതിരായിട്ട് വരുന്ന വിഷയങ്ങൾ വഴിമാറ്റി വിടുന്നതിന് വേണ്ടി മനഃപൂർവ്വം നടത്തിയ ഒരു ഗൂഢാലോചനയാണ്. പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ആരോഗ്യമന്ത്രിയാണ്. അവർ ഇതുകൊണ്ടൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. കാരണം അവർ പ്രതിക്കൂട്ടിലാണ്. ജനങ്ങളുടെ മുന്നിൽ അവർ പ്രതിക്കൂട്ടിലാണ് നിൽക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കേണ്ട. ഇതൊരു തെറ്റായ കീഴ്വഴക്കമാണ്. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് പ്രചരിപ്പിച്ച് ആടിനെ പേപ്പട്ടിയാക്കുന്ന പ്രചരണങ്ങൾ നടത്തി മനഃപൂർവ്വം അക്രമം നടത്തിയാണ്. ആലപ്പുഴ ജില്ലയിൽ ഉൾപ്പെടെ ഇന്നലെ അക്രമങ്ങൾ നടന്നു. അതൊന്നും കണ്ട് ഞങ്ങൾ ആരും ഭയന്നു പോകുമെന്ന് ആരും വിചാരിക്കേണ്ട. ഞങ്ങൾ ഈ ഭീഷണികളെയൊക്കെ അതിജീവിച്ചാണ് ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തും. ജനകീയമായ പ്രതിഷേധങ്ങൾ ഞങ്ങൾ നടത്തുക തന്നെ ചെയ്യും. അല്ല, ഇത് പുതിയുഗ യാത്രയെ അവരുടെ ജാഥ പൊളിഞ്ഞു പോയെന്ന് അവർ തന്നെ വിലയിരുത്തി. അവരുടെ 3 മേഖലാ ജാഥകൾ പൊളിഞ്ഞു പോയെന്ന് അവർ തന്നെ വിലയിരുത്തി. അപ്പൊ പുതിയുഗ യാത്ര നന്നായി പോകുമ്പോ അതിന്റെ പ്രചരണം, അതിന്റെ ആ ക്യാമ്പയിൻ വഴിതിരിച്ചു വിടാൻ വേണ്ടി ചെയ്യുന്ന ശ്രമമാണിത്. ആർക്കാ അറിയാൻ പാടില്ലാത്തത്? ഇന്നലെ അവിടെ ഒന്നും നടന്നില്ല എന്ന് കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങൾക്ക് അറിയാലോ. എല്ലാ മാധ്യമ പ്രവർത്തകർക്ക് അറിയാലോ ഒന്നും നടന്നില്ല എന്ന്.